ഹായ്, നിങ്ങൾ എല്ലാവരുടെ അടുത്ത് എനിക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാനായിട്ടുണ്ട്. നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് കവിഞ്ഞിരിക്കുന്നു. ഇത് എനിക്ക് വലിയ അഭിമാനവും സന്തോഷവും ഉണ്ടാക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. എന്തുകൊണ്ടെന്നാൽ കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ വളരെ പേടിക്കുന്ന, വളരെ ആകുലപ്പെടുന്ന ഒരാളായിരുന്നു ഞാൻ. അവിടെ നിന്ന് ആൾക്കാരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ ഉള്ള കഴിവ് എനിക്ക് കിട്ടി. കൂടാതെ ക്യാമറയുടെ മുമ്പിലുണ്ടായിരുന്ന അൺകംഫർട്ടബിലിറ്റി ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു. കൂടാതെ മലയാളത്തിൽ, എൻ്റെ മലയാളം എന്ന് പറയുന്നത് സാധാരണ കംപ്ലീറ്റ് നേറ്റീവ് സ്പീക്കർ ആയിട്ടുള്ള ഒരു മലയാളിയുടെ പോലത്തെ അത്രത്തോളം ഒരു ഫ്ലുവൻ്റ് അല്ല. സോ അങ്ങനത്തെ ഒരു പ്രശ്നത്തിനെ അഭിമുഖീകരിക്കാനും അതിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരുവാനും ഈ വീഡിയോ സീരീസുകളിലൂടെ, ഞാനിവിടെ അവതരിപ്പിക്കുന്ന വീഡിയോ സീരീസുകളിലൂടെ എനിക്ക് സാധിക്കുന്നു. അതിലും ഞാൻ വളരെ സന്തോഷവാനാണ്. സോ ഇതിനെല്ലാത്തിനും പാത്രമായിട്ടുള്ള, ഇതിനെല്ലാത്തിനും കാരണക്കാരായിട്ടുള്ള എൻ്റെ വീഡിയോ കണ്ട എൻ്റെ പ്രിയ പ്രേക്ഷകർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓരോ ഇഷ്ടപ്പെടുന്ന വീഡിയോയ്ക്ക് ലൈക്ക് അമർത്തുകയും ചാനലിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്ത എൻ്റെ സപ്പോർട്ടേഴ്സിന് എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. വീണ്ടും ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, വീണ്ടും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കുക. ഈ ചാനൽ നിലകൊള്ളുന്നത് മെന്റൽ ഹെൽത്ത് ഫോർ ദ മാസസ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും മാനസികാരോഗ്യ ട്രീറ്റ്മെന്റുകൾ, അതിനുള്ള ട്രീറ്റ്മെന്റുകൾ അഫോർഡ് ചെയ്യാൻ സാധിക്കാത്ത പല ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് ക്വാളിറ്റി സേവനം മലയാളത്തിൽ ലഭ്യമാക്കുക എന്നതാണ് ഈ ചാനലിലെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ട് നിരവധി വീഡിയോസ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു കംപ്ലീറ്റ് സ്കിൽ സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ 95% നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ലൈക്ക് മോർ ദാൻ 95% ഐ വുഡ് സേ. ലൈക്ക് 13 വ്യത്യസ്ത സ്കില്ലുകൾ അടങ്ങിയിട്ടുള്ള 13 വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അവയെല്ലാം കാണുക. തുടക്കത്തിൽ തീർച്ചയായിട്ടും എൻ്റെ മലയാളം സ്പീക്കിംഗ് എബിലിറ്റിയിൽ കുറച്ചിലുകൾ ഉണ്ടായിരുന്നു. ഞാനത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ വിലയ അഭിപ്രായങ്ങളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്ക് എല്ലാവരുടെയും ജീവിതം മികവുറ്റ, സന്തോഷപൂർണ്ണമായിട്ടുള്ളത്, മാനസികാരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരു ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ജീവിതമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കാം. കേട്ടതിന് എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും മാനസികാരോഗ്യം ഉണ്ടാവട്ടെ. നന്ദി.